ഒരാൾ ഹക്ക് മനസ്സിലാക്കി സത്യം ഏതെന്ന് ബോധ്യപ്പെട്ട് ആ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയാൽ ഇവനെ പറയും, ഇവൻ്റെ കുടുംബത്തെ പറയും. എന്തെങ്കിലും പ്രശ്നം ആ നാട്ടിലുണ്ടായാൽ അതിൻ്റെ കാരണക്കാരനാരാകും? ആ നാട്ടിനെ നന്നാക്കുമെന്ന ആളാവും. ഖുർആനും ഹദീസും പറഞ്ഞ് ആ നാട്ടുകാരെ ഹക്കിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിച്ചവൻ കുറ്റക്കാരാകുന്ന അവസ്ഥ. അതാണ് അല്ലാഹു പറയാൻ പോകുന്നത്. ഖാലു, ആ നാട്ടുകാർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, തതയ്യർന, നമ്മൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു, ബിക്കും, നിങ്ങളെ കൊണ്ട് നമ്മൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു, നിങ്ങളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങൾ വരികയാണ്, ബുദ്ധിമുട്ടുകൾ വരികയാണ്. ലഇല്ലം തൻതഹു, നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഹക്കിലേക്കുള്ള ഈ ദഅവത്ത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലനർജുമന്നക്കും, നാം നിങ്ങളെ കല്ലെറിഞ്ഞോടിക്കും. റജമ എന്ന റീകാനർത്ഥം. ലനർജുമന്നക്കും, നമ്മൾ നിങ്ങളെ കല്ലെറിഞ്ഞോടിക്കും. വലയമസ്സന്നക്കും മിന്ന അദാബുൻ അലീം, വലയമസ്സന്നക്കും, നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും, മിന്ന, നമ്മളിൽ നിന്ന്, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. അഥവാ ആ നാട്ടുകാർ ആ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും കളവാക്കുകയും ചെയ്തു. പിന്നീട് എന്താണ്? അവർ ആക്രമിക്കാൻ തുനിയാണ്, ഭീഷണി മുഴക്കുകയാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട്ടിലേക്ക് ഹക്ക് മനസ്സിലാകാത്തൊരു നാട്ടുകാർ, യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്ത, തിരിയാത്തൊരു വിഭാഗം ആൾക്കാർ, അനാചാരങ്ങളും മറ്റും ഖുറാഫാത്തുകളൊക്കെ മുങ്ങിക്കിടക്കുന്ന ആൾക്കാർ, ആ നാട്ടിലേക്ക് ഹക്കുമായിട്ട്, ഖുർആനുമായി, ഹദീസുമായിട്ടൊരു വിഭാഗം ആൾക്കാർ വന്നു. ആ ഹക്കിലേക്ക് അവരെ ക്ഷണിച്ചു. ഇതേ അവസ്ഥയാണ് നേരിടേണ്ടി വരിക. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഹക്കിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഹക്കിനെ അങ്ങനെ പെട്ടെന്ന് ആരും എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. എല്ലാ പ്രവാചകന്മാരുടെയും നോക്കിയാൽ എന്ത് ചെയ്യുക, ഈ ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു രംഗം കാണാൻ കഴിയും. ആരെന്തില്ല, പെട്ടെന്നങ്ങ് സ്വീകരിച്ചില്ല. എല്ലാവരും എതിർത്തിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, കുടുംബക്കാരെ മാറ്റി വേറെ സ്ഥലത്ത് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ അവസ്ഥ അതാണെങ്കിൽ നമ്മളിത് എന്തായിരിക്കും? അങ്ങനെ മുന്നോട്ട് പോലും. അത് അള്ളാൻ്റെ തർത്തീബാണ്. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹക്ക് സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്ത് പ്രയാസം വന്നാലും നിരാശപ്പെടരുത്. ധൈര്യമാണ്. കാരണം നമുക്ക് മുമ്പിലുള്ളവരൊക്കെ നമുക്ക് മാതൃകയാണ് എല്ലാ വിഷയത്തിലും.